കൊണ്ട് എന്നെ കൊത്തി വലിക്കുന്നില്ലേ? എന്താണ് ഇതിന്റെ ഒരു അവസാനം? നിനക്കെതിരെ ഒരു വീഡിയോ ചെയ്യരുതെന്ന് വിചാരിച്ചാണ്, പക്ഷെ ആ ഒരു അടിക്കുറിപ്പ് കണ്ടപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷെ നീ മുട്ട മുറിച്ചിട്ടില്ല. ഹായ് ഗൈസ്, ജാസിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. ജാസി കുറേ നല്ല നല്ല വർത്തമാനങ്ങളും കുറെ മനുഷ്യത്വത്തിനെ കുറിച്ചും കുറെ മനസാക്ഷിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാവേ. എന്തൊക്കെയാണോ എന്തോ. അസ്സലാമു അലൈക്കും, ജാസിയാണ്. ഈ വീഡിയോ എന്നെ നിരന്തരമായിട്ട് ട്രോളുന്ന ഫഹദിനുള്ള വീഡിയോ ആണ്. ഫഹദെ, ഞാൻ നിന്നെ ബ്ലോക്കാണ്, പക്ഷെ ആരെങ്കിലും അറിഞ്ഞ് ഷെയർ ചെയ്ത് ഈ വീഡിയോ നീ കാണുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ ഇപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ടു, സലീമേട്ടൻ്റെ മരണത്തിന് ഞാൻ പോയ സമയത്തുള്ള വീഡിയോ. വളരെ മോശമായിട്ടാണ് അതിൽ നീ എന്നെ പറയുന്നത്. അതിനെ ഇതിൽ ഇവൻ പറയുന്ന ഈ ഫഹദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ആ ഫഹദിക്ക എന്താണ് ഇവനെ കുറിച്ച് പറയുന്നുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചായിരിക്കും. ഞാനും മരിച്ചു പോകും, പക്ഷെ എന്റെ പൊരുത്തം ഒരിക്കലും ഫഹദ് എനിക്ക് ഉണ്ടാവില്ല. കാരണം അത്രക്ക് നീ എന്റെ മനസ്സ് വേദിച്ചിട്ടുണ്ട്. ഒരു കാര്യം പറ്റേ, ഞാൻ ഇന്ന് ഈ നിലയിൽ എത്താൻ തന്നെ കാരണം ഈ ഫഹദാണ്. ഈ ഫഹദ് പറഞ്ഞു ജാസി പെൺവേഷം നടക്കുള്ളൂ, ഒരിക്കലും ജാസി സർജറി ചെയ്ത് പെണ്ണാവില്ല. ജാസി എന്തെങ്കിലും ഒരു സർജറി ചെയ്തെങ്കിൽ ജാസിനെ ആ നിമിഷം ഞാൻ ജാസിനെ ട്രോള് നിർത്താന്ന്. ഞാൻ സർജറി ചെയ്ത് എന്നിട്ട് നീ ട്രോള് നിർത്തിയോ? ഇപ്പോഴും നീ എന്റെ കഴുക കണ്ണുകളോണ്ട് എന്നെ കൊത്തി വലിക്കുന്നില്ലേ? എന്താണ് ഇതിന്റെ ഒരു അവസാനം? നിനക്കെതിരെ ഒരു വീഡിയോ ചെയ്യരുതെന്ന് വിചാരിച്ചാണ്, പക്ഷെ ആ ഒരു അടിക്കുറിപ്പ് കണ്ടപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷെ നീ മുട്ട മുറിച്ചിട്ടില്ല. അങ്ങനെ കളിക്കുക. നീ വന്നിട്ട് പറഞ്ഞ് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് അസ്ഥലവളയ്ക്കും, ഞാൻ ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ ഉണ്ടയും പേർക്കും മാറ്റി, ഇപ്പം ഞാനൊരു പെണ്ണായി. ജി പറഞ്ഞു പെണ്ണല്ല, ട്രാൻസ്ജെൻഡർ ആയിരുന്നു. എന്തൊക്കെ ജി പറഞ്ഞു. എന്നിട്ട് പിന്നെ എൻ്റെ കമ്മൂട്ടിയിൽ വന്നു എന്ന് പറഞ്ഞു. കമ്മൂട്ടിയിൽ എങ്ങനെ വന്നു? സമ്മതിക്കില്ലേ? നിന്റെ മുട്ട മുറിച്ചോ? ഇല്ലാലോ. മുട്ടാണി. ഇതാണ് ഫഹദ് ജാസിനെ കുറിച്ച് പറഞ്ഞത്. ഈ ജാസി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ജാസിക്ക് ഫെയിം വേണം. ഫെയിമിന് വേണ്ടി ജാസി ഏതറ്റം വരെയും പോകും. അതാണ് ജാസിയുടെ ഒരു പ്രകൃതം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടാണ്, എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി വരുമ്പോഴത്തേക്കും അവിടെ ജാസി വേണം. കാരണം വെച്ചാൽ ജാസിക്ക് അവിടെ ഒരു അനുഭവം ഉണ്ടാവും. ആ അനുഭവം ഉണ്ടെങ്കിലേ ജാസിനെ എല്ലാവരും അങ്ങ് തെരഞ്ഞു പിടിക്കുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ പണിയെടുക്കാതെ ജീവിക്കണം, അതാണ് ഇവരുടെ മെയിൻ സത്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ സലീമേട്ടന്റെ ശരീരം പൊതുദർശനത്തിന് വേണ്ടി വെച്ചായിരുന്നു. ആ സമയത്ത് ഈ പറയുന്ന ഈ ജാസിയും പിന്നെ ശ്രീകുട്ടിയോ അങ്ങനെ എന്താ പറയുന്ന അവളും കൂടി ചേട്ടനെ ബോഡി കാണാൻ വേണ്ടി പോയിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? എല്ലാ മീഡിയസും ഇവന്റെ മുഖത്ത് തന്നെ. പക്ഷെ ഇവൻ ആരോടും സംസാരിച്ചിട്ടില്ല. എല്ലാ മീഡിയസും ഇവൻ അങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് തിരിയണം, എല്ലാ സംഭവം ഓൺലൈൻ മീഡിയാസ് എല്ലാം. ഓൾറെഡി ഓൺലൈൻ മീഡിയാസിന് ഇവൻ കടം എടുത്ത് വെച്ചേക്കണേ. ഇവൻ എവിടെ പോയാലും അവിടെ വരണമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചേക്കണേ. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പൊ അതിനെയാണ് ഈ ഫഹദൊക്കെ വന്നിട്ട് വിമർശിച്ചത്. എനിക്ക് അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും തോന്നിയില്ല. കാരണം നമുക്ക് ഇവന്റെ സ്വഭാവം അറിയുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഇവൻ റീച്ചിന് വേണ്ടിയിട്ടും ഇവന്റെ ഫെയിമിന് വേണ്ടിയിട്ട് ഇവൻ എന്ത് ഇതും കാണിക്കും എന്നുള്ള കാര്യം. അങ്ങനെ ഒരു സംഭവം തന്നെയായിട്ട് എനിക്കും തോന്നിയത്. അല്ലാതെ ഇവന് പ്രത്യേകിച്ച് അടുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. നമ്മളെപ്പോഴുള്ള എല്ലാവർക്കും സലീമേട്ടന് ഇഷ്ടമാണ്, സലീമേട്ടനെ കാണാൻ പോകുന്ന ആഗ്രഹമുണ്ട്, എല്ലാം ശരിയാക്കി തന്നെയാണ്. പക്ഷെ ഇവന്റെ കാര്യം മാത്രം അങ്ങനെയല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവൻ ഈ വീഡിയോനെ സംബന്ധിച്ചിട്ടാണ് ഇവൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അവൻ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളോട്ടൊക്കെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. പിന്നെ നമ്മളാരും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഇപ്പൊ ജാസിക്ക് നമ്മുടെ നാഗചേച്ചിയുടെ ഇപ്പൊ പ്രത്യേകം അനുഗ്രഹം ലഭിച്ചിരിക്കുകയാണ്. എന്തായിട്ട്? സ്ത്രീയാണത്രേ. സ്ത്രീയുടെ എല്ലാ അംഗലാവണ്യം, അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാട്ടോ. എന്റെ പൊന്നു, ഇവന്റെ ഓരോരോ കാര്യങ്ങളെ, അതായത് സ്ത്രീ ആണെന്ന് പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയണം അവൻ സ്ത്രീ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവൻ എന്താ ചെയ്യണത്? എല്ലാവരും അങ്ങ് കാശ് കൊടുത്ത് അങ്ങ് വിലക്കെടുത്തിരിക്കുന്നതാണ്. ഇവൻ തന്നെ അവന്റെ നാഗചേച്ചിട്ടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്, ചേച്ചി നാഗചേച്ചി എന്ന് പറഞ്ഞു, ഇപ്പൊ മോൻ തന്നെ വന്നപ്പോ എനിക്ക് എന്തുമാത്രം സാധനങ്ങളാ കൊണ്ടുവന്നത് അല്ലേ, എന്തുമാത്രം സാധനങ്ങളാ കൊണ്ടുവന്നത് അല്ലേ എന്ന് വന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവന്റെ ആവശ്യം വേറെ ഒന്നായിരുന്നെന്ന്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് ഞാൻ കണ്ടു. നിങ്ങൾക്കൊന്നും മനസ്സാക്ഷി ഒന്നാണ് സംഭവം ഇല്ലേ? നീ അതിൽ പറയുന്നുണ്ട് ജാസി സ്വന്തം ഉപ്പാന്റെ കബറിടം പോലും പോയി സന്ദർശിക്കാത്ത വ്യക്തിയാണെന്നത്. ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞ ശേഷമാണ് എൻ്റെ ഉപ്പാന്റെ കബർ പോയി സന്ദർശിക്കാത്തത്. അതുവരെ ഞാൻ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വരെ എൻ്റെ അതായത് ജാസി ഇതിൽ പറയണത് ജാസിയുടെ സർജറി കഴിയുന്നത് വരെ
കഴിയുന്നതിന് മുൻപ് വരെ ജാസി ഉപ്പയുടെ ഖബറടത്തിൽ പോയി നമസ്കരിക്കാനൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ജാസി വന്ന് പറയണത്. പക്ഷെ അങ്ങനെയല്ലല്ലോ. സർജറി എന്ന് പറയുമ്പോ നീ എന്ത് സർജറി നിന്റെ കഴിഞ്ഞത്? നിന്റെ ഒരു സർജറിയും കഴിഞ്ഞിട്ടില്ല. വെറുതെ വന്ന് ഈ പുളുവടിക്കാതെ എന്റെ മകനെ. നീ എന്തിനെങ്കിലും നീ ആരെ കാണിക്കാൻ വേണ്ടിട്ട് ഈ പുളുവടിക്കണത്? ഈ കേരളക്കാരല്ല എല്ലാവർക്കും, അതായത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ നിന്റെ ഒരു സർജറി, അതായത് നിന്റെ നിന്റെ മറ്റേ എന്താണ് നെഞ്ചിൽ കുത്തിക്കേറ്റില്ല സിലിക്കോൺ സർജറി, അത് മാത്രമേ നിന്റെ കഴിഞ്ഞിട്ടുള്ള എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അല്ല നിന്റെ ഡൗൺ സർജറി ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഈ നാട്ടില് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നീ പറഞ്ഞല്ലോ മനസ്സാക്ഷിയെ കുറിച്ചിട്ട്. അല്ല ജാസി, എല്ലാവർക്കും നിന്നോട് മാത്രം അങ്ങ് മനസ്സാക്ഷി മതിയോ? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. നീ കാരണം എത്രയോ പേര് വേദനിച്ചിട്ടുണ്ട്, എത്രയോ പേരുടെ ജീവിതം തകർന്നിട്ടുണ്ട്, എത്രയോ കുടുംബത്തിന്റെ ജീവിതം തകർന്നിട്ടുണ്ട്. നിനക്ക് അതൊന്നും ഓർമ്മയില്ല? നീ നിനക്ക് ആദ്യം നിന്റെ കൂടെ താമസിക്കുന്ന ലവനുണ്ടല്ലോ, ആ ആശി എന്ന് പറയണവൻ, അവനൊരു ഉമ്മയുണ്ട്, ഉമ്മ. ആ ഉമ്മ എത്ര നാള് നിന്റെ കാല് പിടിച്ച് നിന്റെ കണ്ണീര് കൊണ്ട് അവര് നിന്റെ കാൽപാദം വരെ കഴുകിയിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും അവര് വിഷമിച്ച് വന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ മകനെ വിട്ടതായോ, എനിക്ക് ആകെയുള്ള ഒരു തുണ അവനാണെന്ന് പറഞ്ഞിട്ട്. നീ എന്നിട്ട് എന്താ ചെയ്തത്? നിനക്ക് അല്പമെങ്കിലും മനസ്സാക്ഷി എന്നുള്ള സാധനം ഉണ്ടായിരുന്നെങ്കിൽ നീ കൊണ്ടു നടക്കുന്ന ആ ഇട്ടത്തിന് നീ വിട്ടുകൊടുക്കില്ലായിരുന്നു. ആ ഉമ്മയുടെ എന്തുമാത്രം കണ്ണീരാ നിന്റെ മേളിലുള്ളത്. എന്നിട്ടാണോ നീ വന്നിട്ട് ഈ വലിയ ഡയലോഗ് അടിക്കണം? നിങ്ങൾക്ക് മനസ്സാക്ഷി ഉണ്ട്, മനസ്സാക്ഷി. അത് നീ മനസ്സിലാക്കണം, നിനക്ക് മനസ്സാക്ഷി ഉണ്ടോ എന്നുള്ള കാര്യം. എന്നിട്ട് വേണം നീ കിടന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിടന്ന് പറയാനായിട്ട്. ഇനി രണ്ടാമത്തെ കാര്യം, നിന്റെ ഭാര്യ, നിനക്കൊരു ഭാര്യ ഉണ്ടായിരുന്ന കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? നീ കല്യാണം കഴിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണ് ഒരു പുരുഷന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോഴത്തേന് അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും, ഇല്ലേ? അവരുടെ ഇന്ന രീതിയിൽ ജീവിക്കണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ കൂടെയാണ് അവളൊരു കുടുംബജീവിതത്തോട്ട് കടന്നു വരുന്നത്. നീ എന്താ ചെയ്തത്? നീ അവളെ 1.5 വർഷം അവളുടെ കൂടെ ജീവിച്ചിട്ട് അവളെ യൂസ് ചെയ്തിട്ട് നീ എന്താ ചെയ്തേ? നീ അവളെ അങ്ങ് ഉപേക്ഷിച്ചു. അതായത് നിനക്ക് നിന്റെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും നീ അവളെ അങ്ങ് ഉപേക്ഷിച്ചു. എന്നിട്ട് വന്ന് പറയണേണ് മനസ്സാക്ഷിയില്ല. അപ്പൊ അവളോട് നീ എന്ത് മനസ്സാക്ഷിയെ കാണിച്ചത്? നീ പറയുന്നുണ്ട് നീ ആണല്ല, പെണ്ണാണ്. നീ പലരെ കൊട്ടേഷൻ വരെ കൊടുത്ത് നീ പറയിപ്പിക്കുന്നുണ്ട് നീ പെണ്ണാണെന്ന് പറയണമെന്ന്. അല്ല ജാസി, അപ്പൊ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ പെണ്ണാണെന്ന് നിനക്ക് നേരത്തെ അറിയാവുന്ന കാര്യമില്ല, അല്ലാതെ നീ 30ാമത്തെ അല്ലെങ്കിൽ 35ാമത്തെ വയസ്സിൽ നീ തിരിച്ചറിഞ്ഞ കാര്യമായിരിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ട് അവളോട് ആ മനസ്സാക്ഷി നീ കാണിച്ചില്ല? അവളുടെ ജീവിതത്തിനോട് നീ എന്തുകൊണ്ട് ആ മനസ്സാക്ഷി കാണിച്ചില്ല? അവളുടെ കുടുംബത്തോട് നീ എന്തുകൊണ്ട് ആ മനസ്സാക്ഷി കാണിച്ചില്ല? എന്നിട്ട് മനസ്സാക്ഷിയുടെ കാര്യം വന്ന് പറഞ്ഞിട്ട് ചിലക്കാൻ നിൽക്കുന്നു. നാണമില്ല നിനക്ക് ഇങ്ങനെയുള്ള കാര്യം എന്ന് പറയാനായിട്ട്? പള്ളി പോകുകയും എൻ്റെ ഉപ്പാന്റെ കബറിടം പോയി സന്ദർശിച്ച വ്യക്തിയാണ്. ആ സമയത്ത് നീ ഒരു വീഡിയോ ഇറക്കിണ്ടായിരുന്നു. ആരോ ഞാൻ പള്ളിയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് നീ ഒരു വീഡിയോ ഇറക്കിണ്ടായിരുന്നു. ജാസി എങ്ങനെ പള്ളിയിൽ കയറ്റും? അവിടെ പള്ളി കമ്മിറ്റിക്കാരില്ല ഇവനെ തല അടിച്ച് പൊട്ടിക്കാനും കൊങ്ങും പിടിക്കാനുള്ളത്. വീണ്ടും വന്ന് ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ വന്ന കള്ളത്തരം പറയണം. നിന്റെ സർജറി എന്ന് പറഞ്ഞാൽ എന്താ? നീ എത്രയോ നാട്ടുകാരെ നീ പറ്റിക്കാൻ വേണ്ടി നോക്കി. നീ എത്രയോ നാട്ടുകാർ, നീ സോഷ്യൽ മീഡിയ വന്നിട്ട് നീ ഒരിടക്ക് വന്ന് എന്തൊരു നാടകമായിരുന്നു നിന്റെ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട്. നിന്റെ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നിന്റെ ബ്രസ്റ്റ് സർജറി അല്ലേ കഴിഞ്ഞത്? എന്നിട്ട് നീ എന്താ ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ ഡൗൺ സർജറി കഴിഞ്ഞെന്ന രീതിയിൽ എനിക്ക് എന്റെ ജീവിതം സഫലമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എന്തൊക്കെ കള്ളത്തരങ്ങളാണ് വിളിച്ച് പറഞ്ഞത്? നിന്നെ തെളിവ് സഹിതമല്ലടാ എല്ലാവരും കീറി മുറിച്ചെടുത്ത് പുറത്തിട്ടത്. നീ പോയ ഹോസ്പിറ്റൽ റെനെ മെഡിസിറ്റിയിലെ ഡൗൺ സർജറി എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. എന്നിട്ട് നീ പറഞ്ഞ എന്താ എന്റെ സർജറി കഴിഞ്ഞ് എന്റെ ഡൗൺ സർജറി കഴിഞ്ഞെന്നുള്ള രീതിയിൽ നീ വന്ന് പറഞ്ഞിട്ട് എത്രയോ പേര് വീഡിയോ റെക്കോർഡും ഓഡിയോ റെക്കോർഡൊക്കെ ആയിട്ട് വന്നായിരുന്നു. എന്നിട്ട് നിന്നെ വലിച്ചു കീറിയതല്ലേ? എന്നിട്ട് നിനക്ക് വീണ്ടും വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഈ തള്ളാനായിട്ട് നിനക്ക് നാണമില്ലേ? നിന്റെ സർജറി വേണേ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ചെറുപ്പത്തിലെ സർക്കംസെഷൻ എന്ന് പറയത്തില്ല, അതായത് സുന്നത്ത് കല്യാണം എന്നൊക്കെ പറയത്തില്ലേ, അത് വേണേ കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ വേറെ എന്തെങ്കിലും സർജറി നിന്റെ കഴിഞ്ഞിട്ടുണ്ടോ? എന്താ വെച്ചാൽ ഡൗൺ സർജറി രീതിയിൽ നീ കഴിഞ്ഞിട്ടുണ്ടോ? നിന്നെ ഒരു ട്രാൻസ്ജെൻഡർ എന്നെങ്കിലും അംഗീകരിക്കണേ. അറ്റ്ലീസ്റ്റ് നിന്റെ ഡൗൺ സർജറി എങ്കിലും കഴിയണ്ടേ? അല്ലെങ്കിൽ കുറച്ചിപ്പോ ഈ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ സ്ത്രീകൾ വരെ ചെയ്യുന്നതാ. അത് നിനക്ക് അറിയത്തില്ലേ? സ്ത്രീകള് ഇച്ചിരി കൂടി ഇത് കൂടാനൊക്കെ ആയിട്ട് സ്ത്രീകൾ വരെ ബ്രസ്റ്റ് സർജറി ഒക്കെ ചെയ്യുന്ന. എന്നിട്ടാണ് നീ ഇതുപോലുള്ള വിടുവായത്തരം വന്ന് പറയണത്. നാണമില്ല നിനക്ക്? നാണം. വീണ്ടും ഈ ആൾക്കാരെ ഇങ്ങനെ കബളിപ്പിക്കാനായിട്ട് വന്നങ്ങ് പൊലമ്പണേ അങ്ങോട്ട്. എന്തൊക്കെ എന്റെ പൊന്നു, ഇവന്റെയൊക്കെ പുറകെ ഈ ക്യാമറ തൂക്കിക്കൊണ്ട് നടക്കുന്ന അവന്മാരുണ്ടല്ലോ, ഓൺലൈൻ മീഡിയസുകാര്, അവരെ വേണം പറയാനായിട്ട്.
മരിക്കുന്നത് വരെ ഞാൻ ഉപ്പാൻ്റെ രീതിയിൽ ഒരു തരത്തിലും വിഷമിച്ചില്ല. എൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ട്രാൻസ് ആണെന്ന് പറഞ്ഞ് കമ്മോട്ട് ചെയ്ത് വരുന്നത്. അതുവരെ ഞാൻ എൻ്റെ സ്വന്തം തിരിച്ചറിഞ്ഞ് മനസ്സിൽ അടക്കി പിടിച്ചിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കമ്മ്യൂണിറ്റിയിൽ വന്നോ നീയാ? കമ്മ്യൂണിറ്റിയിൽ വന്നോ? എന്നിട്ട് നിന്റെ കമ്മ്യൂണിറ്റിക്കാർ പിന്നെ അംഗീകരിച്ചോ? നിന്റെ തല്ലുകൊളുത്തരുത്. നീ കാരണം എത്രയോ നിന്റെ കമ്മ്യൂണിറ്റി, നീ പറയുന്നുണ്ട് നിന്റെ കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എന്തോരം പേര് വന്ന് പറയുന്നുണ്ട് നീ കാരണം അവർക്കെല്ലാം നാണക്കേടാണ്, മാനക്കേടാണ്, നീ കാരണം ഇപ്പൊ അവർക്കൊന്നും ഒരു വിലയില്ലെന്ന്. നിനക്ക് നാണമില്ല നിന്റെ കമ്മ്യൂണിറ്റി എന്ന് പറയാനായിട്ട്? നീ ഏത് കമ്മ്യൂണിറ്റി പെട്ടതാ? ഒരു കമ്മ്യൂണിറ്റിയിലല്ല നീ. ഇല്ലെങ്കിൽ ഒരു നാട്ടിൽ പോയി ഉമ്മാനെ കണ്ട് ഉമ്മാക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വെള്ളിയാഴ്ച അതൊരു ദിവസം ഇട്ടിട്ടുണ്ടെങ്കിൽ എന്റെ എത്താതെ മക്കളെ വിളിച്ച് ഉപ്പാനെടുത്ത് പോയിരുന്നോ, കബർ പോയി സന്ദർശിച്ചോ, പ്രാർത്ഥിച്ചിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതൊന്നും എനിക്കിവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷെ നീ അത് അടിക്കുറിപ്പറിയില്ലല്ലോ. സ്വന്തം ഉപ്പാനെ കബർ പോലും ചെയ്യാത്ത ആള് സിലിമേട്ടന്റെ മരണത്തിൽ വന്നിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് കഷ്ടമുണ്ട്. പലരെ നിർത്താറായിരുന്നു എനിക്ക്. എന്തിനാണ് ഒരാളെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഇങ്ങോട്ടുള്ളത്? ഇത് ഞാൻ കാണട്ടെ, മനസ്സ് വിഷമിക്കുക. അപ്പൊ നീ ചെയ്തൊക്കെ നീ ആരുടെയും മനസ്സൊന്നും വിഷമിപ്പിച്ചിട്ടില്ല. നീ പുണ്യാളനല്ലേ? ആ ഉമ്മയുടെയും ആ നിന്റെ ഭാര്യയുടെ ഒന്നും മനസ്സ് നീ വിഷമിപ്പിച്ചില്ല അല്ല? എത്രയോ പേരുടെ നീ ആ ഷെഫീന താത്തയുടെ കാര്യത്തിൽ നീ എന്തൊക്കെയോ അവർക്കെതിരെ നീ ചെയ്തിട്ടില്ലേ? അപ്പൊ നീ അവരുടെ ഒന്നും മനസ്സും നീ വിഷമിപ്പിച്ചിട്ടില്ലല്ലേ? കൊള്ളാം. എന്ത് വലിയ പൊള്ളത്തരോ ഒന്ന് പറയണേ നോക്കി. കഷ്ടമുണ്ട് ഫഹദെ, നിർത്താറായില്ല നിനക്ക്? എന്തിനാണ് ഒരാളെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഇങ്ങോട്ടുള്ളത്? ഇത് ഞാനൊരു കാര്യം വിട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ കർമ്മ എന്നൊരു സംഭവം നിനക്ക് തിരിച്ചടിക്കും ഫഹദെ. അത് തിരിച്ചടിച്ചിട്ടുണ്ട്. ഒരു കാര്യം പറ്റേ, ഞാൻ ഇന്ന് ഈ നിലയിൽ എത്താൻ തന്നെ കാരണം ഈ ഫഹദാണ്. ഈ ഫഹദ് പറഞ്ഞു ജാസി വെറും പെൺവേഷം കണ്ടി നടക്കുള്ളൂ, ഒരിക്കലും ജാസി സർജറി ചെയ്ത് കർമ്മയാ. ഈ കർമ്മ എന്ന് പറയണത് നിനക്ക് മാത്രമല്ലോ, നിന്റെ സൈഡ് മാത്രമല്ലോ കർമ്മ എന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ നീ എന്തുമാത്രം ദ്രോഹങ്ങൾ നീ എത്രയോ പേരോട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം തിരിച്ചടിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ നിനക്ക് തിരിച്ചടി മാത്രം ഉണ്ടാവുള്ളൂല്ലോ. നീ പ്രാർത്ഥിക്കുന്ന പടച്ചോൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും തന്നെയാ. നിനക്ക് മാത്രം പ്രത്യേക ഒരു ഇത് ദൈവം തരത്തില്ല. നീ ചെയ്തതിന് നിനക്കിട്ട് കിട്ടും. അതാദ്യം നീ ആലോചിച്ച്. അതുപോലെ ഇങ്ങനെയുള്ള എന്താ പറയണത്, വകതിരിവില്ലാത്ത കുറേ കാര്യങ്ങൾ വന്ന് പറയാനായിട്ട് വിട്ടു പോടാ. മര്യാദക്ക് നീ ജീവിക്കാൻ നോക്ക്. അങ്ങനെയാണ് നിന്നെ ആരും ട്രോളാനും വരത്തില്ല, ഒന്നിനും വരത്തില്ല. നീ പണിയെടുക്കാതെ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ നീ ആ മറ്റേ പെൺവേഷം കെട്ടി നടക്കണത്? ലീലാമണി, ജാസി ലീലാമണി അങ്ങനെയാണോ നിന്നെ വിളിക്കാനായിട്ട്? പക്ഷെ അതിന് പിന്നെങ്കിലും അന്തസ്സുണ്ട്. ലീലാമണി ആവുന്നതിന് പിന്നെങ്കിലും അന്തസ്സുണ്ട്. നിനക്ക് അങ്ങനെ എന്ത് അന്തസ്സുള്ളത്? പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പെൺവേഷം കെട്ടി അങ്ങ് നടക്കണേ. എന്നിട്ട് നാട്ടുകാർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കുറെ സർജറിയും ചെയ്തത്രേ. കഷ്ടം. എന്നിട്ട് അവൻ പറയണ മനസ്സാക്ഷിയുള്ള ഏറ്റവും വലിയ ഒരുത്തരല്ലേ ഇവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. എത്ര പേരുടെ കണ്ണീരണ്ട നിന്റെ തലക്ക് മേളില്? എത്ര പേരടാ? നീ ആദ്യം നിന്റെ കണ്ണാടി പോയിട്ട് നീ തന്നെ നിന്റെ മുഖം നോക്കിയിട്ട് നീ തന്നെ ഇത് പറ. അതാണ് ഏറ്റവും നല്ലത്.